അപ്പോൾ രാജേന്ദ്രനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് കൊറോണയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾ ചെന്നൈയിലേക്ക് പോയി. ഈ സംഭവത്തിന് ശേഷം ചെന്നൈയിൽ പോയ രാജേന്ദ്രൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ നാട്ടിൽ വരാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ചെന്നൈയിൽ പോയി. അപ്പോൾ ആ സമയത്ത് രാജേന്ദ്രൻ പുതിയ കട തുടങ്ങിയിരിക്കുകയാണ്. രാജേന്ദ്രൻ കുറച്ചു കാലം മാത്രമേ കൂലിപ്പണിക്ക് ഹോട്ടലിൽ നിന്നിട്ടുള്ളൂ. ഈ സംഭവത്തിന് ശേഷം കുറച്ചു കാലം ഹിറ ഹോട്ടലിൻ്റെ പരിസരത്തുള്ള ഒരു ഹോട്ടലിലാണ് നിന്നിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അവൻ ക്യാഷിലിരിക്കുകയാണ്. പണിക്കാരായിട്ട് 1-2 ആളുകളുണ്ട്. ഒരു ഹോട്ടൽ, ചെറിയൊരു ഹോട്ടൽ നടത്തുകയാണ്. ഇന്നും ആ ഹോട്ടൽ തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ ഇപ്പോഴും. അപ്പോൾ രാജേന്ദ്രനെ ഞങ്ങൾ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ കൈ ശ്രദ്ധിച്ചപ്പോൾ പണിയൊക്കെ നിർത്തി അവൻ്റെ കൈ വളരെ സാധാരണക്കാരൻ്റെ കൈ പോലെ ആയിരിക്കുന്നു, വളരെ നല്ല രീതിയിലുള്ള കൈ. ഇത് കണ്ടപ്പോൾ ആ വിവരം എനിക്ക് തോന്നി, ഇവൻ്റെ ഇപ്പോഴൊന്ന് പ്രിൻ്റ് എടുത്താലോ, എന്നാൽ ക്ലിയർ ആകുമല്ലോ ഒന്ന് മനസ്സിൽ തോന്നി. ഉടനടി തന്നെ അവനൊരു നോട്ടീസ് എഴുതി കൊടുത്തു. ഇന്ന കേസിൻ്റെ അന്വേഷണത്തിന് ഇത്ര തീയതി ഇന്ന പോലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ, പാലക്കാട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ വേണ്ടി നോട്ടീസ് എഴുതി കൊടുത്തു. പറഞ്ഞ ഡേറ്റിന് വന്നു. അവൻ്റെ പ്രിൻ്റ് ഞങ്ങൾ മാനുവലി എടുത്തു. മറ്റേത് നമ്മൾ മെഷീനിലൊക്കെ വെച്ച് ഇപ്പോൾ പുതിയ മെത്തേഡ് പ്രകാരം അങ്ങനെ എടുത്താൽ മാനുവൽ എടുത്തു. നന്നായി വളരെ ക്ലിയറായിട്ട് ആ ഫോമിൽ പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ട് അതിന് ഫിംഗർ പ്രിൻ്റൊക്കെ എടുക്കാൻ. ആ ഫിംഗർ പ്രിൻ്റ് എടുക്കാൻ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ കറക്റ്റായിട്ട് പ്രിൻ്റ് എടുത്തു. നോക്കിയപ്പോൾ നല്ല റിഡ്ജസൊക്കെ ക്ലിയറായി തെളിഞ്ഞ് വരുന്ന വിധത്തിലുള്ള നല്ല പ്രിൻ്റ് കിട്ടി. അതിനുശേഷം ഈ ഫിംഗർ പ്രിൻ്റ് എടുത്തത് നേരെ പരിശോധനയ്ക്ക് ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയിലേക്ക് അയച്ചു കൊടുത്തു. ഞങ്ങൾ ഇവനെ പറഞ്ഞു വിട്ടു. മൊഴിയൊക്കെ എടുത്ത് പറഞ്ഞു വിട്ടതിന് ശേഷം വീണ്ടും ഞങ്ങൾ സാധാരണഗതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടാമത്തതോ മൂന്നാമത്തോ ആണോ ദിവസം ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് വന്നു. സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ, കൊല്ലപ്പെട്ട വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫിംഗർ പ്രിൻ്റുകളിൽ 4-5 ഫിംഗർ പ്രിൻ്റുകൾ രാജേന്ദ്രൻ്റേതാണെന്ന് ട്രേസ് ചെയ്ത് വന്നു, വളരെ ക്ലിയറായിട്ട്. അപ്പോൾ അവൻ തിരിച്ച് ചെന്നൈയിലേക്ക് പോയിട്ടില്ല. അവൻ്റെ കണ്ണുകുറിശ്ശിയിലുള്ള, അല്ലെങ്കിൽ കടമ്പഴിപ്പുറത്തുള്ള അവൻ്റെ വീട്ടിൽ തന്നെ താമസം. അങ്ങനെ ഞങ്ങൾ അവനെയും കൂട്ടിക്കൊണ്ടുവന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ, പാലക്കാട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വന്നു വിശദമായി ചോദ്യം ചെയ്തു. പക്ഷേ ചോദ്യം ചെയ്യലിന് മുൻപത്തെ പോലെ തന്നെ യാതൊരു പ്രതികരണവും ഇല്ല, യാതൊരു മൊഴിയില്ല, ഒന്നും മിണ്ടാതിരിക്കും. അത് പൈസ എവിടെ നിന്ന് കിട്ടി? അതിക്ക് കിട്ടി സാർ. എവിടുന്ന്? അതിന് ആൻസറില്ല. ഓരോ ആൻസറും പറയാണ്ട് മിണ്ടാതിരിക്കും. അങ്ങനെ ഒരു കൺഫെഷനും പറയുന്നില്ല. എന്തായാലും പോലീസിന് വ്യക്തമായ തെളിവുകൾ കിട്ടി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മേലുദ്യോഗസ്ഥന്മാർ അതിൻ്റെ ലീഗൽ ഒപ്പീനിയനൊക്കെ മേടിച്ചതിന് ശേഷം ഇനി ഇവിടുന്ന് യോജ്യമല്ല എന്ന് പറഞ്ഞിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ അങ്ങനെ അവനെ കേസിലേക്ക് വേണ്ടി അറസ്റ്റ് ചെയ്യാണ്. അറസ്റ്റിന് ശേഷം 2022 ഫെബ്രുവരിയിൽ ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർഡ് ആകുന്നു. പിന്നീട് ആ കേസിൻ്റെ അന്വേഷണം മറ്റൊരു ടീം, ആ ടീം തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കേസിൽ ഇനിയും പ്രതികളുണ്ടാവും. എൻ്റെ ഒരു സംശയമാണ്, വ്യക്തിപരമായ സംശയമാണ്. ഇതൊക്കെ ഒറ്റയ്ക്ക് അവന് ചെയ്യാൻ പറ്റുന്ന കൃത്യമല്ല. മാത്രമല്ല അതിൽ ഇനി ട്രേസ് ആവാനുണ്ട്, പ്രിൻ്റുകൾ ഇനിയും ട്രേസ് ആവാനുണ്ട്. ഒരു 3-4 പ്രിൻ്റ് ഉണ്ട്. അതിലൊന്ന് സ്റ്റെയിൻഡാണ്, ബ്ലഡ് സ്റ്റെയിൻഡ് പ്രിൻ്റാണ്. അതെന്ന് പറഞ്ഞാൽ അത് ഒന്നുമില്ലെങ്കിൽ പ്രതിയുടെ അല്ലെങ്കിൽ വിക്ടിമിൻ്റെ ഡിസീസിൻ്റെ ഇതിൻ്റെ ഏതെങ്കിലും പ്രിൻ്റേ ആയിരിക്കാൻ പറ്റുള്ളൂ. ഇതിലൊരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നേരത്തെ രാജേന്ദ്രൻ്റെ തറവാട് വീടിൻ്റെ നേരെ പടിഞ്ഞാറ് വശത്തുള്ള വീടാണ് ഈ വീട്. എന്നാൽ ഈ സംഭവത്തിൻ്റെ ഒരു 14 വർഷം മുമ്പ് രാജേന്ദ്രൻ്റെ വീടിൻ്റെ കിഴക്ക് വശത്ത് മറ്റൊരു വീടുണ്ട് ഇതേപോലെ. അതൊരു 2 നില ഒരു പഴയ ഓടിട്ട വീടാണ്. ഒക്കെ അങ്ങനെ ഓടിട്ട വീടുകളുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. അതൊരു തോട്ടത്തിൽ നിന്ന് എടുക്കുക. അവിടെ ഇതുപോലെ ഒരു മഴക്കാലത്ത് ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നുണ്ട്. സെയിം, അതൊരു വീട്ടമ്മയും അവരുടെ മകനും വീടിനകത്ത് കിടക്കുമ്പോൾ ഇതേപോലെ അടുക്കള ഭാഗത്ത് ഓടുകളൊക്കെ ഇളക്കി അകത്ത് കയറുകൾ ഇറങ്ങി, ആ കയറിൽ ഇറങ്ങിയിട്ടാണ് അവിടെ ഹാളിൽ കടന്നിറങ്ങുന്ന സ്ത്രീയെയും പുരുഷനെയും തലയ്ക്കടിക്കുന്നത്. പക്ഷെ അവർ മരിച്ചില്ല ദൈവം അതിനുകൊണ്ട്. അവരെയൊക്കെ ഞങ്ങൾ കണ്ടു ചോദിക്കുകയുണ്ടായി, ആ സ്ത്രീനെയൊക്കെ കണ്ടു ചോദിക്കുകയുണ്ടായി പാവം. അപ്പോൾ അവരെയൊക്കെ അന്ന് ആ സ്ത്രീ പറഞ്ഞത്, സാർ ഞാൻ ഇടി വെട്ടുകയാണെന്നാണ് വിചാരിച്ചത്, തലയ്ക്കിങ്ങനെ അടി വീണപ്പോൾ ഇടി വെട്ടുകയാണെന്നാണ് കരുതിയത്. പക്ഷേ ഞാൻ ഓടി വീടിനകത്തേക്ക്, റൂമിനകത്തേക്ക്, ഞങ്ങൾ ഹാളിലാണ് കടന്നിരുന്നു, റൂമിനകത്തേക്ക് കയറിയിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, മോനെ വാടാ, അകത്തേക്ക് വാടാ, ഇടി വെട്ടണടാ എന്ന് പറഞ്ഞ് മോനെയും വിളിച്ചു. പക്ഷേ മോൻ എണിച്ച് വരുന്നില്ല. ഞാൻ പോയി കുലുക്കി വിളിച്ചപ്പോഴാണ് മോൻ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത്. അങ്ങനെ ഞാൻ ഉറക്കെ കരഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇടിവെട്ടുകാരല്ല എന്ന് മനസ്സിലായത്. ഞാൻ ഉറക്കെ കരഞ്ഞപ്പോഴേക്കും ആളുകളൊക്കെ പരിസരത്ത്, അപ്പോൾ അപ്പുറത്തുള്ള വീട്ടുകാരൊക്കെ സിനിമ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഓടിയിട്ട് വന്ന് നോക്കിയിട്ടാണ് ഇവരെ ആശുപത്രി കൊണ്ടുപോയത്. അപ്പോഴാണ് ഇത് ഇങ്ങനെ ഇടിവെട്ടിയതല്ല എന്നും ആരോ കള്ളന്മാർ കയറിയതാണെന്നും സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു എന്നും ഒക്കെ അവർക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ സംഭവം നടക്കുന്ന അതിൻ്റെ തലേദിവസം, അന്നത്തെ ദിവസം പകല് രാജേന്ദ്രൻ ചെന്നൈയിൽ നിന്ന് വീട്ടിൽ വന്നിരുന്നു. ഈ സംഭവം നടന്നിട്ട് ഇവിടെ അന്വേഷിച്ച് പോവുകയെ അങ്ങനെ കാര്യങ്ങൾ ചെയ്യേ മറ്റേ സെയിം ഇതുപോലെ തന്നെ അങ്ങനൊരു കാര്യങ്ങളും രാജേന്ദ്രൻ ചെയ്തതായിട്ട് കാണുന്നില്ല. ഞങ്ങൾ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ പോയി
ഈ കേസിൻ്റെ ഫയൽ അന്നത്തെ 14 വർഷം മുമ്പുള്ള ഫയലുകളൊക്കെ തപ്പി ആ ഫയൽ കണ്ടെത്തി. അങ്ങനെ അത് പരിശോധിച്ച് നോക്കിയപ്പോൾ പിന്നെ രാജേന്ദ്രനെ സംശയിച്ചിട്ട് പോലീസ് വിളിക്കലും ചോദ്യം ചെയ്യലും അവൻ്റെ അമ്മയെ ചോദ്യം ചെയ്യലൊക്കെ ഉള്ളതായിട്ട് ഫയലിൽ നിന്ന് മനസ്സിലാകാൻ കഴിഞ്ഞു. അന്ന് രാജേന്ദ്രൻ പറഞ്ഞൊരു ഭാഗം, ഞാൻ അന്ന് കാലത്ത് എണീച്ചിട്ട് ഇന്ന ഭാഗത്തേക്ക് പോയി, ഒരു കോങ്ങാട് ഭാഗത്തേക്ക് പോയി എന്നാണ് പറഞ്ഞത്. അമ്മ പറഞ്ഞത് രാജേന്ദ്രൻ ഗുരുവായൂർക്ക് പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ രണ്ടുപേരുടെയും മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു ആ കേസിൽ അന്നത്തെ. അതിന് പിന്നെ ഒരു സംശയത്തിൻ്റെ ദൃഷ്ടിയിലാണ് അന്നത്തെ വേണ്ടി. പക്ഷേ ആ കേസ് അന്ന് ഡിറ്റക്ഷൻ ആയില്ല. അത് വീണ്ടും അത് അൺഡിറ്റക്റ്റഡ് ആയിട്ട് കേസ് ഫൈനലൈസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് കൊടുത്ത് തെളിയിക്കപ്പെടാത്ത പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയ കേസ് അങ്ങനെ അവസാനിച്ച് പോയ കേസാണ്. അങ്ങനെ ഇൻസിഡൻറ്റും കൂടിയുണ്ട്. സെയിം അടിയാണ് ഇവിടെയും തള്ളയ്ക്കും തന്തയ്ക്കും ഏറ്റിരിക്കുന്നത്. അവരുടെ കിണറ്റിൽ നിന്ന് ഈ കൃത്യത്തിന് ഉപയോഗിച്ച വടിയും വെട്ടുകത്തിയും ടോർച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബന്ധോബസ്തിൽ എടുക്കേണ്ടതുണ്ട്. ഈ കേസിൽ 2 വെപ്പണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരാൾക്ക് എന്തായാലും 2 വെപ്പൺ ഒരുമിച്ച് ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഒരാൾക്ക് ഒരു സമയം ഒരു വെപ്പണായാലും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 വെപ്പണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കേസിൽ 34 എന്ന് പറയും, പോലീസിൻ്റെ ഭാഷയും പറയുകയാണെങ്കിൽ 1-ൽ കൂടുതൽ ആളുകൾ ഒരു കൃത്യത്തിൽ ഉൾപ്പെടുമ്പോൾ 5 വരെയുള്ള ആളുകൾ അല്ലെങ്കിൽ 4 വരെയുള്ള ആളുകൾ ഉൾപ്പെടുമ്പോൾ 34 വകുപ്പ് പ്രകാരമാണ് പറയും. അപ്പോൾ 34 ഞങ്ങൾ സാധാരണഗതിയിൽ പറയുന്ന 34 എന്തായാലും ഈ കേസിലുണ്ട്. അത് തന്നെയാണ് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ബേസിൽ ആ കേസ് ഇന്നും അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള രാജേന്ദ്രൻ സ്വാഭാവിക റിലീസ് ലഭിച്ചിട്ടുണ്ട്. 3 മാസം കഴിയുമ്പോൾ ഏതൊരു കേസിലും നമ്മൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ജാമ്യം ലഭിക്കും. അങ്ങനെ ജാമ്യം ലഭിച്ചിട്ട് രാജേന്ദ്രൻ ഇപ്പം പുറത്താണ്, ചെന്നൈയിലാണ്, ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സയൻറ്റിഫിക്കായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റിയ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ അപ്പുറത്ത് മറ്റൊന്നുമില്ലല്ലോ. എനിക്കുള്ള ഫിംഗർ പ്രിൻ്റ് ഈ ലോകത്ത് എനിക്ക് മാത്രമേ ഉള്ളൂ. ഇനി ജനിക്കാൻ പോകുന്ന ആൾക്കില്ല, ജനിച്ച് മരിച്ചുപോയ ആളുകൾക്കുമില്ല, ഇപ്പം നിലവിലുള്ള ആളുകൾക്കുമില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. എൻ്റെ ഫിംഗർ പ്രിൻ്റ് എനിക്ക് മാത്രമുള്ളതാണ്. അതുപോലെ രാജേന്ദ്രൻ്റെ ഫിംഗർ പ്രിൻ്റ് രാജേന്ദ്രന് മാത്രമുള്ള ആ രാജേന്ദ്രൻ്റെ ഫിംഗർ പ്രിൻ്റാണ് സംഭവ സ്ഥലത്തുള്ള വീട്ടിൽ നിന്ന് 5 എണ്ണം കിട്ടിയിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത്രയും വൃദ്ധരായിട്ടുള്ള, അത്രയും ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള 2 വൃദ്ധർ അവരെ കവർച്ച നടത്താൻ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഇവരെ തിരിച്ചറിയുന്ന ആളായതിൻ്റെ പേരിൽ മാത്രമേ അവരെ കൊല്ലുന്നു. അല്ലെങ്കിൽ അവരെ കെട്ടി നിർത്തി അല്ലെങ്കിൽ മാറ്റി നിർത്തിയിട്ട് ആ വീട് കൊള്ളയടിച്ചിട്ട് പോകാവുന്നേ ഉള്ളൂ. ആ വീട്ടിൽ കൊള്ളയടിക്കാൻ മാത്രം ഒന്നുമില്ല. ഇവരുടെ ജനങ്ങളുടെ സംസാരത്തിൽ ഒരു സ്ഥലം മേടിച്ചിട്ടുണ്ട്. നോട്ട് നിരോധന സമയത്ത് ഇവരടുത്ത് പൈസ ഉണ്ടായിരുന്നു. ഇവരിപ്പോൾ അമേരിക്കക്കാരാണ്, പൈസ ഉണ്ട് എന്നുള്ളൊരു ധാരണയുടെ മുകളിൽ ചെയ്തിരിക്കുകയാണ്. അവർക്ക് കിട്ടിയിരിക്കുന്ന ആകെ 3 പവനോ 3000 രൂപയായിട്ടാണ്. ബാക്കി കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ നമുക്ക് അവർ മുളകും പാത്രത്തിൽ എന്തെങ്കിലും ഇട്ട് വെച്ചിരുന്നു, കുറച്ച് സ്വർണ്ണം അങ്ങനെ കിട്ടിയതാണ്. വളരെ ദാരുണമായിട്ടാണ് കൊന്നിരിക്കുന്നത്. 55 വെട്ടൊക്കെ ഒരാൾക്ക് ഏറ്റവും എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ ഓരോരുത്തരും. ഈ വൃദ്ധരായിട്ടുള്ള ആളുകൾ, ഒരു നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾക്ക്. അപ്പോൾ അത് ഇത്തരം ഈ സ്വഭാവം ഇവനെപ്പറ്റി പഠിക്കുമ്പോൾ നമുക്ക് അറിയാം ഇവൻ അങ്ങനെ അത്ര സ്വഭാവക്കാരനാണ്. കുറേ ഇൻസിഡൻ്റ് ഉണ്ട്, അവരുടെ വീട്ടുമായി ബന്ധപ്പെട്ട കുറേ ഇൻസിഡൻറ്റുകളുണ്ട്. ഇവന് ചെന്നൈയിൽ ഇതേപോലെ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇതേമാതിരിക്ക് ഒരു വൃദ്ധയായിട്ട് തള്ളയും ഒരു സ്ത്രീയും അവരുടെ മകനും ഒരു അധികം നല്ല പ്രായമുള്ള മകനും കൊല്ലപ്പെടുകയാണ്. ഈ ഹോട്ടൽ നടത്തുന്ന ഹോട്ടലുമായി ബന്ധപ്പെട്ട് നേരെ മുന്നിലുള്ള ഞങ്ങൾ ചെന്നൈയിൽ ദിവസങ്ങളോളം താമസിച്ച് ചെന്നൈയിൽ അന്വേഷണം നടത്തിയതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട്. അവർ കൊല്ലപ്പെടുന്നൊരു സംഭവം ഈ സംഭവത്തിൻ്റെ ഒരു 8-10 കൊല്ലം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അവിടെയും ഇവർക്ക് ഇതേമാതിരിക്ക് തലയ്ക്കാണ് അടിയേറ്റിരിക്കുന്നത് ഈ ഡബിൾ മർഡർ കേസിൽ. ആ കേസിൽ അന്നത്തെ ചെന്നൈ പോലീസ് ഇവരെ സംശയിച്ചിരുന്നു, രാജേന്ദ്രനെ. പക്ഷേ രാജേന്ദ്രനെ സംശയിച്ച് പലപ്പോഴും പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ആ കേസിലേക്ക് വേണ്ടിയിട്ട് മറ്റൊരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആ ആളെ അറസ്റ്റ് ചെയ്തത് അവിടെ ഡോബി, ഇങ്ങനെ ഈ ഇസ്തിരി ചെയ്തിരുന്ന ഒരു തമിഴനെയാണ് അറസ്റ്റ് ചെയ്തത് ആ കുറ്റകൃത്യം ചെയ്തതുമായി. ആ ഇസ്തിരി ചെയ്ത പയ്യനെ അറസ്റ്റ് ചെയ്തതിൻ്റെ കാരണക്കാരൻ രാജേന്ദ്രനാണെന്നാണ് പിന്നീട് ഞങ്ങൾക്ക് പോലീസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ മനസ്സിലായത്. രാജേന്ദ്രൻ്റെ മൊഴി പ്രകാരമാണ് അവൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ പോയ പ്രതിനെ പിന്നെ വിട്ട് റിലീസായി. ആ കേസ് റീഇൻവെസ്റ്റിഗേഷനാണ് ഇപ്പോൾ അവിടെ. അവനെ പ്രതിസ്ഥാനത്തു നിന്നൊക്കെ ഒഴിവാക്കി, റിമാൻഡിൽ പോയ പ്രതിയെ പ്രതിസ്ഥാനത്തു നിന്നൊക്കെ ഒഴിവാക്കിയിട്ട് ആ കേസ് ചെന്നൈയിൽ റീഇൻവെസ്റ്റിഗേഷനാണ്. കുറ്റകൃത്യം ചെയ്തത് ഇപ്പോൾ ആരാന്നുള്ളത് ഇപ്പോൾ വീണ്ടും തെളിയാണ്ട് അത് അന്വേഷണം. പക്ഷേ അതിൻ്റെ തൊട്ട് മുമ്പിലാണ് രാജേന്ദ്രൻ്റെ കടയും. രാജേന്ദ്രൻ്റെ കേസിൽ അന്ന് സംശയിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അവൻ്റെ മൊഴി കയ്യിലുണ്ട്, മൊഴി ആ കേസിലേക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ നടന്നൊരു 2 കൊലപാതകങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ സംശയകരമായ രീതിയിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്, ഒരു പ്രതിയാണ് ഈ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ.
ഇതിന് മറ്റു തെളിവുകളൊക്കെ ഇപ്പം പറഞ്ഞ് കറക്റ്റാണോ എന്ന് അറിയാൻ നമുക്ക് ഞങ്ങൾ അന്വേഷണം ഏറ്റെടുക്കുന്ന 4 കൊല്ലത്തിന് ശേഷമാണ് കേസിൻ്റെ. എന്നിട്ടാണ് ഈ ഡിറ്റക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അന്നുള്ള ആളുകളെ കണ്ട് ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചാലും അവർക്കൊന്നും ഓർമ്മ നിൽക്കില്ല. ഇവൻ എവിടെയായിരുന്നു എന്താണെന്നുള്ള ഓർമ്മകൾ നിൽക്കണ്ടേ. കാരണം നമുക്ക് തന്നെ നിൽക്കുമോ? ഇപ്പോൾ 4 കൊല്ലം മുമ്പ് ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇത്ര സമയത്ത് ഞാൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ എന്തെങ്കിലും പറയാൻ പറ്റിയെങ്കിലേ ഉള്ളൂ. കാരണം അതും പിന്നീട് മാറി മാറി വരാം. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ നിൽക്കാം. അപ്പോൾ അത് നമ്മൾ പറയും ചിലപ്പോൾ. അപ്പോൾ യഥാർത്ഥം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. എന്തായാലും ഇത് സയൻറ്റിഫിക്കായിട്ടുള്ള നമുക്ക് ഇവൻ്റെ കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ പറ്റില്ല. ഫിംഗർ പ്രിൻറ്റും മറ്റേ പൈസയും കാര്യങ്ങളും. പക്ഷേ എനിക്കത് ആ കേസ് ഇന്നും UAE-യിലാണ് അണ്ടർ ഇൻവെസ്റ്റിഗേഷനിൽ നടന്നിട്ട് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അന്വേഷണ സംഘം ഇന്നും അതിൻ്റെ മുകളിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ചെന്നൈയിലേക്കും അവിടേക്കും ഇവിടേക്കും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ IO എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. IO മാറുമല്ലോ. കാരണം IO മീൻസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. അത് മാറി മാറി വരുന്ന DYSP സാർമാരായിരിക്കും അതിൻ്റെ IO പാലക്കാട് ക്രൈംബ്രാഞ്ചിലെ. പക്ഷേ സുദർശൻ സാറൊക്കെ മാറി അന്വേഷണം അതിൻ്റെ സൂപ്പർവിഷനൊക്കെ വിട്ടുപോയി. ഞാൻ പോയ ആ സമയത്ത് തന്നെ സുദർശൻ സാറ് അന്വേഷണം വിട്ടുപോയി. ശ്രീ സാറും ADGP അദ്ദേഹം അവരും വിട്ടുപോയി. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പാലക്കാട് യൂണിറ്റിൻ്റെ കീഴിൽ ഇപ്പോഴും അന്വേഷണത്തിലിരിക്കുന്നുണ്ട്. അത് ഇടയ്ക്ക് ഹൈക്കോടതിയിലൊക്കെ ഓരോ റിട്ട് പെറ്റീഷനുകളൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് വീട്ടുകാർ അതിൻ്റെ പുറകിൽ തന്നെ 2 മക്കൾക്ക് അവർക്ക് ജീവിതത്തിൽ മറ്റൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അതിൻ്റെ ഏതറ്റം വരെ പോകാൻ വേണ്ടിയിട്ട് അവർ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടിട്ടും മറ്റു കേസുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. കൊല്ലത്ര 2016 കഴിഞ്ഞ് 2026 ആവാൻ പോകും. 10 വർഷമാകാൻ പോവാണ്. ഇതുവരെ ആ കേസ് ഫൈനലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും പ്രതിയെ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്ന് നമുക്ക് സന്തോഷിക്കാം. അത്രയേ ഉള്ളൂ ആ കേസ്. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 2009 ഞാൻ ചേലക്കര CIയുടെ ഓഫീസിൽ ജോലി ചെയ്തു വരുന്ന കാലത്ത്, അന്നത്തെ ചേലക്കര CIയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ജോലി ചെയ്തു വരുന്ന കാലത്താണ് പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ കൊണ്ടാടി ഭാഗത്തുള്ള സെപ്പറേറ്റഡ് ആയിട്ടുള്ള ദമ്പതിമാരുടെ കുട്ടിയെ അതിൻ്റെ പിതാവ് തട്ടിക്കൊണ്ടുപോയി എന്നും മറ്റും പറഞ്ഞിട്ട് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നത്. അത് പ്രകാരം അവർ പരാതിയായിട്ട് നേരെ DYSP ഓഫീസിൽ ചെല്ലുന്നു. DYSPക്ക് പരാതി കൊടുക്കുന്നു. അതുമായി പോലീസും ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചെറിയ വിവരം നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും പറയുന്നതും അതിൽ രാഷ്ട്രീയ അല്ലെങ്കിൽ അന്നത്തെ മന്ത്രി രാധാകൃഷ്ണൻ സാറൊക്കെ ഇടപെട്ട് DYSPയുമായി ബന്ധപ്പെട്ട് അതിന് അന്വേഷണം നടത്തണം, എത്രയും ദ്രുതഗതി നടത്തണം, കുട്ടിയെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ ബന്ധുക്കൾ പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. 2 മണിക്കൂർ നേരത്തേക്കുള്ള സമയത്ത് കോടതി ഉത്തരവ് പ്രകാരം കൈപ്പറ്റിയതാണ്. കുട്ടിയെ പിതാവ് വാങ്ങിയതാണ്. പിന്നീട് പിതാവ് ആ കുട്ടിയുമായി കടന്നുകളയാണ് ഉണ്ടായത്. ഈ കുട്ടിയുമായി ഇവൻ പോയതിന് ശേഷം ഇവൻ്റെ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. നാട്ടുകാരെല്ലാവരും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെല്ലാവരും പറയുന്നത് തീർച്ചയായിട്ടും സാർ ആ കുട്ടിയെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ്. ഇവൻ്റെ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. ഇവൻ ഏതെങ്കിലും സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഫോൺ മേടിച്ചിട്ട് ഏതെങ്കിലും കൂട്ടുകാരെ വിളിക്കും. ഇങ്ങനെയുള്ള ദിവസങ്ങളോളം കഴിഞ്ഞു പോയി. ജനങ്ങളെല്ലാവരും പേടിച്ച് അല്ലെങ്കിൽ ബന്ധുക്കളെല്ലാവരും പേടിച്ചിട്ടിരിക്കുകയാണ്. കോടതി അതിൽ ഇടപെട്ടു. കാരണം 2 മണിക്കൂർ നേരത്തേക്ക് മേടിച്ച കുട്ടിയെ പിന്നെ തിരിച്ചേൽപ്പിക്കാത്ത സംഭവമല്ലേ. അങ്ങനെ ഇരിക്കുകയാണ് DYSP സാർ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ അന്ന് രാധാകൃഷ്ണൻ സാറായിരുന്നു. രാധാകൃഷ്ണൻ സാറ് DYSPക്ക് അന്ന് ഞങ്ങളെ അറിയില്ലായിരുന്നു. ഇങ്ങനെ സ്ക്വാഡിനെ അഷ്റഫ് എന്ന് പറഞ്ഞാൽ എന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ആരോ പറഞ്ഞിട്ടാണ് പറഞ്ഞിങ്ങനെ അഷ്റഫ് കണ്ട് അവരെ ഏൽപ്പിച്ച് അവർ പിടിച്ചോളും എന്നുള്ള ഒരു വിവരം ആരോ പറഞ്ഞതിൻ്റെ ശേഷമാണ് DYSP എന്നെ അങ്ങനെ വിളിക്കുന്നത്. അങ്ങനെ അഷ്റഫ് അതിങ്ങനെ സംഭവമുണ്ട്, ആ കാര്യമൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവൻ ഇതേമാതിരിക്ക് രക്ഷപ്പെട്ടതായിട്ടും ഇവൻ്റെ ലൊക്കേഷൻ ഒരിക്കൽ ബാംഗ്ലൂർ കാണപ്പെട്ടതായിട്ടും അറിഞ്ഞു. ബാംഗ്ലൂർ എവിടെയാണോ എന്താണെന്നുള്ള ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഇവൻ്റെ കൂട്ടുകാരെ കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ നമുക്ക് തിരുവില്ലാമല ഭാഗത്ത് ഒരു ആക്കപ്പറമ്പല്ല എരവത്തൊടി ആ ഭാഗത്തുള്ള ഒരു മുരുകൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനെ കിട്ടി. ആ കൂട്ടുകാരനുമായി ഞാനും ഷെയ്ഖും അതേമാതിരിക്ക് ഹബീബ് എന്ന് പറഞ്ഞ പോലീസുകാരനും ഒക്കെ കൂടിയിട്ട് ഞങ്ങൾ ഈ ബാംഗ്ലൂർക്ക് യാത്ര തിരിച്ചു. ബാംഗ്ലൂർ വിവിധ സ്ഥലങ്ങൾ സഞ്ചരിച്ച് നോക്കി, യാതൊരു രക്ഷയില്ല. അങ്ങനെ ഇവൻ വിളിക്കുന്നതൊക്കെ ഏതെങ്കിലും യാത്രക്കാരുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കും, അവർ വിളിക്കും, എന്നിട്ട് പോവും, എന്നിട്ട് വീണ്ടും പോവും. അപ്പോൾ നമുക്ക് നമ്മൾ അന്വേഷിച്ച് ചെല്ലുന്ന ഫോൺ നമ്പറുകളൊക്കെ യാത്രക്കാരായിരിക്കും, അല്ലെങ്കിൽ നാട്ടുകാരായിരിക്കും, അല്ലെങ്കിൽ ആ പരിസരത്തുള്ളവരായിരിക്കും. പിന്നീട് യാതൊരു ബന്ധമുണ്ടായി തൽക്കാലം ഒന്ന് ഫോൺ ചെയ്യാൻ വേണ്ടി മേടിക്കുന്ന. എന്തായാലും അങ്ങനെ 4-5 ദിവസത്തെ അന്വേഷണം ബാംഗ്ലൂർ നടത്തിയപ്പോഴാണ് ഇവൻ്റെ കാറ് കണ്ടെത്താൻ കഴിഞ്ഞത്.
റെഡ് കളറിലുള്ള അവൻ്റെ ഒരു കാറ്, ഒരു മാരുതി കാറ്, റെഡാണെന്ന് തോന്നുന്നു. ആ മാരുതി കാറ് കണ്ടെത്തി. പിന്നെ അതിന് ശേഷം പിന്നെ അവൻ്റെ യാതൊരു വിവരവുമില്ല. കോടതിയാണെങ്കിൽ ഇതിൽ ചോദ്യങ്ങളും കാര്യങ്ങളും, പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യങ്ങളും കാര്യങ്ങളും അത് വേറെ നടക്കുന്നുണ്ട്. ഇവർ പരാതിയായിട്ട് വേറെ പോകുന്നുണ്ട്. അങ്ങനെ 4 ദിവസം ബാംഗ്ലൂരിൽ തങ്ങി. ബാംഗ്ലൂരിൽ വിവിധ സ്ഥലങ്ങൾ അന്വേഷിച്ചു, യാതൊരു രക്ഷയുണ്ടായില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ മുരുകൻ പറയുന്നത്, സാർ ഇവന് ഒരു ബോംബെയിലൊരു ബന്ധമുണ്ട്, ഒരു കൂട്ടുകാരുണ്ട്. അത് എങ്ങനെയാണ് കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട കൂട്ടുകാരനാണ്. അപ്പോൾ എന്തിനാണ് ഇവൻ ബോംബെയിലേക്ക് പോയിരിക്കുന്നത്? ബോംബെയിൽ പോയിരിക്കുന്നത് സാർ അത് തോക്ക് മേടിക്കാൻ വേണ്ടി പോയതാണ്. ബോംബെയിൽ അങ്ങനെ ഒരു കൂട്ടുകാരുണ്ട്. ബോംബെയിൽ എവിടെയാണെന്നോ ആരാണ് കൂട്ടുകാരനെന്നോ മലയാളിയാണോ ബോംബെയിൽ എവിടുത്ത് അല്ലെങ്കിൽ ബോംബെയിൽ എവിടെ താമസിക്കുന്നു ഒരു ഐഡിയ ഇല്ല. ബോംബെ എന്ന് മാത്രമുണ്ട്. ഞാൻ പിന്നെ ബോംബെയിൽ എന്ന് പറഞ്ഞാൽ എവിടേക്ക് പോകാൻ പറ്റും? ഞാൻ 87 ഒരു 5-8 മാസം ബോംബെയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പോലീസിൽ ചേരുന്നതിന് മുന്നേ. ആ ഒരു വിവരം വെച്ചിട്ട് ആ കാലത്ത് പറഞ്ഞു നമുക്ക് ബോംബെക്ക് പോകാം പറഞ്ഞു. അന്ന് പിന്നെ ഏത് ഇതായാലും അങ്ങ് പോവാണ്, എവിടേക്കായാലും അങ്ങ് പോവാണ്. ഈ വണ്ടി കൊണ്ട് നേരെ ബാംഗ്ലൂർ 4-5 ദിവസം കറങ്ങിയതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ബോംബെക്ക് അങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ ദിവസങ്ങൾ കറങ്ങുമ്പോൾ ഒരു ദിവസം പോലും ഞങ്ങൾ എവിടെയും റൂം എടുത്തിട്ടില്ല. വണ്ടിയിൽ ഇങ്ങനെ കറങ്ങുന്നു. കാലത്തെ സമയത്ത് എവിടെയെങ്കിലും തോടോ പുഴയൊക്കെ കാണുമ്പോൾ അവിടെ ഇറങ്ങി പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് അവിടെ കുളിച്ച് കാര്യങ്ങൾ അടുത്ത സ്ഥലത്തു നിന്ന് ഭക്ഷണം കഴിച്ച് ഈ വണ്ടി സാധനങ്ങളൊക്കെ ഡ്രസ്സൊക്കെ വൈകിട്ട് മുകളിൽ അവിടെ ഇവിടെ ഉണക്കാനിട്ട് അങ്ങനെ യാത്രേ. 4 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ ബോംബെക്ക് പോയത്. ബോംബെയിൽ എവിടെയാണെന്നുള്ളൊരു ഐഡിയ ഇല്ല. അവിടെ ചെന്ന് ഒരു ദിവസമെങ്കിലും നമുക്ക് റൂം എടുക്കാം എന്ന് കരുതി രാത്രി വളരെ വൈകി, വളരെ പാതിര നേരത്ത് ബോംബെയിലെത്തി. എവിടെ എത്തി എന്നുള്ള അറിയില്ല. ബോംബെയിലാണ്, ബോംബെയിൽ എവിടെയെന്നുള്ള അറിയില്ല. 87 ഞാൻ പോയിട്ടുള്ള ആ കാലത്തെ ബോംബെ അല്ല, പിന്നീട് 2006 പോകുമ്പോഴുള്ള ബോംബെ. എന്തായാലും യാതൊരു രക്ഷയില്ല. അങ്ങനെ ഒരു കൊണ്ടാഴിക്കാരൻ്റെ നമ്പർ കളക്ട് ചെയ്ത് അവനെ വിളിച്ചപ്പോൾ അവൻ ഇന്ന സ്ഥലത്താണ് ഉള്ളതെന്ന് പറഞ്ഞു. അവിടേക്ക് പോയപ്പോൾ അതൊരു ഔട്ട് ഓഫ് ബോംബെ. പിന്നെ അത് വീണ്ടും കറങ്ങി തിരിച്ച് നേരെ വന്ന് ഈ ഔട്ട് ഓഫ് ബോംബെയിൽ ഇവൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും പുലർച്ചെ ഒരു 3 മണി 4 മണിയൊക്കെ ആയിക്കഴിഞ്ഞു. ഇവനെ കണ്ടെത്തി, ഇവൻ്റെ റൂം കണ്ടെത്തി. അവൻ്റെ റൂമിലെത്തിയപ്പോൾ റൂമിൽ കണ്ടെത്തിയിടുമ്പോൾ വണ്ടിയിലുള്ള എല്ലാവരും കയറി വരുമ്പോൾ ഡ്രൈവറൊക്കെ ക്ഷീണിതനായിരുന്നു. ഈ കുട്ടിയുടെ അമ്മാവനുണ്ട്, അതും ക്ഷീണിതനായിരുന്നു. വേറെ നമ്മുടെ ഷെയ്ഖ് പോലീസുകാരൻ, അവരും എല്ലാവരും കിടന്നു, നേരെ ഉറങ്ങി. ഞങ്ങളൊരു കഞ്ഞിയൊക്കെ കുടിച്ച് അപ്പം തന്നെ ചൂട് കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ടാക്കി കുടിച്ചിട്ട് അവിടെ കിടന്നുറങ്ങി. ഞാനും ഹബീബും ഈ ലാപ്ടോപ്പിൻ്റെ മുന്നിലിരുന്നു. ഒന്നും ഉറങ്ങാനൊന്നും നിന്നില്ല. കാരണം ബോംബെ എന്ന് പറഞ്ഞിട്ട് ബോംബെയിൽ എന്തെങ്കിലും ഒരു വിവരം കിട്ടണ്ടേ, ആരെങ്കിലും ഒരു വിവരം കിട്ടണ്ടേ. ബോംബെ എന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പിടിച്ച് മുരുകൻ്റെ മൊഴി പ്രകാരം ബോംബെയിലേക്ക് വന്നു. ഈ ലാപ്ടോപ്പ് എടുത്ത് ഇവൻ്റെ കോൾ ഡീറ്റെയിൽസ് ഇങ്ങനെ ഫുള്ളായി അനലൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അനലൈസ് ചെയ്ത് വന്നപ്പോൾ ഒരു മിസ് കോൾ മെസ്സേജ് കണ്ടു. മിസ് കോൾ മെസ്സേജാണത്. നമുക്ക് മിസ് കോളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെസ്സേജ് വരില്ലേ, ആ ഒരൊറ്റ പ്രാവശ്യം മാത്രം ഒരു മിസ് കോൾ മെസ്സേജ് പണ്ടെപ്പോഴോ വന്നതാണ്. അതിൻ്റെ അഡ്രസ്സ് എടുത്ത് നോക്കിയപ്പോൾ അതൊരു ബോംബെ അഡ്രസ്സായിരുന്നു. അങ്ങനെ ഒരു ട്വിസ്റ്റാണ് അവിടെ വന്നത്. പണ്ടെപ്പോഴോ അവൻ്റെ കോളിലേക്ക് വന്നിട്ടുള്ള ഒരു മിസ് കോൾ മെസ്സേജിൻ്റെ നമ്പർ എടുത്ത് നോക്കിയപ്പോൾ, അതിൻ്റെ അഡ്രസ്സ് എടുത്ത് നോക്കിയപ്പോൾ അതൊരു ബോംബെ മെസ്സേജായിരുന്നു, ബോംബെ നമ്പറായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര, അപ്പോൾ മറ്റുള്ളവരൊക്കെ നല്ല ഉറക്കത്തിലാണ്, എല്ലാവരും ക്ഷീണിതരാണ്, അത്രയും ക്ഷീണിച്ചിരുന്നു. കാരണം 3-4 ദിവസമായിട്ട് നമ്മൾ ഓട്ടം. അത്രയും പ്രഷറായിരുന്നു ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിയാത്തത്. വീട്ടുകാരുടെ പ്രഷർ അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രഷർ, എല്ലാവരും പ്രഷർ ചെയ്യുക. അന്ന് ഞങ്ങളുടെ ഈ രാധാകൃഷ്ണൻ മിനിസ്റ്ററൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ ഒക്കെ അടുത്തുള്ള ചേലക്കര നിയോജകമണ്ഡലത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ പ്രഷർ ഭയങ്കരമായിരുന്നു. അപ്പോൾ ഓട്ടം തന്നെയായിരുന്നു. 5 ദിവസം യാതൊരു റെസ്റ്റും ഇല്ലാതെ ഈ പറഞ്ഞ പോലെ വിളിച്ചിട്ടൊക്കെ. അപ്പോൾ എല്ലാവരും ഉറങ്ങുമായിരുന്നു. ഞങ്ങളിത് ഈ നമ്പറിൻ്റെ അഡ്രസ്സ് കണ്ടെത്തിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും ഞങ്ങൾ കൈ കൊടുത്ത് അങ്ങനെ തന്നെ ഇരുന്ന് ഒന്ന് മയങ്ങി അവിടെ തന്നെ അങ്ങനെ കിടന്നു. ആ നിലത്ത് കമ്പ്യൂട്ടറൊക്കെ അവിടെ ഷട്ട് ഡൗൺ ചെയ്ത്, ലാപ്ടോപ്പിൽ ഷട്ട് ഡൗൺ ചെയ്ത് അവിടെ തന്നെ കിടന്ന് കാലത്ത് നേരത്തെ വേഗം എണീച്ചിട്ട് എല്ലാവരോടും പറഞ്ഞു, ഇതേപോലെ നമുക്കൊരു ബോംബെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, അതിങ്ങനെ മിസ് കോളിൻ്റെയാണ്, ബോംബെ അഡ്രസ്സാണ്, നമുക്ക് അവിടേക്ക് മൂവ് ചെയ്യാം എന്ന് പറഞ്ഞു. നേരെ എണീറ്റ് ഫ്രഷായി പെട്ടെന്ന് അവിടുന്ന് ഇവരോടൊക്കെ യാത്ര പറഞ്ഞ് ഇവരൊക്കെ വണ്ടി കയറ്റി നേരെ പോയി ഒരു പുറത്തിറങ്ങി ഒരു വെട്ടി ചായ. അന്ന് ഞങ്ങൾ ആ ചായ കുടിച്ചിട്ട് ഒരു വല്ലാത്ത ഇതിലായിരുന്നു. 10 രൂപയ്ക്ക് കൊടുത്ത ചെറിയ ഗ്ലാസ് ഇത്ര പോയിട്ട് വെട്ടി ചായ കുടിച്ചില്ല. സാധാരണ അങ്ങനെ അടിച്ചിട്ടുള്ള ബോംബെ ചായ കുടിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ അത് മാത്രം കഴിച്ചിട്ട് അവിടുന്ന് നേരെ ഈ പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോയി, ഈ നമ്പർ അഡ്രസ്സ് കിട്ടിയ ലൊക്കേഷനിലേക്ക് പോയി. കയറി ചെന്നും ആ ഗല്ലികളിൽ അഡ്രസ്സ് അന്വേഷിച്ച് പിടിച്ചു നോക്കിയപ്പോൾ ഇതൊരു മലയാളിയുടെ അഡ്രസ്സാണ് മനസ്സിലായി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ 2 സ്ത്രീകളുണ്ട്. കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവരവിടുത്തെ നേഴ്സാണ്, ഏതോ ഒരു ഹോസ്പിറ്റലിലെ നേഴ്സാണ്. അവർ ചോദിച്ചാൽ ഇവിടെ ഒന്നും വന്നിട്ടില്ലല്ലോ, അങ്ങനെ ഒന്നും വന്നിട്ടില്ലല്ലോ, ഇവിടെ ആർക്കും അറിയില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒഴിഞ്ഞു മാറൽ ഇതാണ്. അപ്പോൾ ആ ഒഴിഞ്ഞു മാറൽ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി സംതിങ്
എന്തോ ഇവർക്ക് അറിയാം, കാര്യങ്ങളറിയാം, ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സംശയം വന്നു. കാരണം അവരുടെ സംസാരത്തിൽ അങ്ങനെ തോന്നി ഞങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ എൻ്റെ ഒപ്പമുള്ള ഷെയ്ഖ് എന്ന് പറഞ്ഞ പോലീസുകാരൻ ഷൗട്ട് ചെയ്തിട്ട് ഈ സ്ത്രീയോട് സംസാരിച്ചു. ആ ഷൗട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് പെട്ടെന്ന് ഇത് കാര്യം കൈവിട്ട് പോയതാണ് എന്നുള്ള പോലീസാണ് ബോധ്യം വന്നപ്പോൾ അവർ ഒതുങ്ങി. അവർ പെട്ടെന്ന് കൂളായി. സാർ ഞങ്ങളെല്ലാം പറയാം സാർ, ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, നാട്ടുകാർ ഞങ്ങൾക്കിവിടെ പ്രശ്നമാവും, അല്ലെങ്കിൽ പോലീസ് വന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ വളരെ ഇതായിട്ട് പറഞ്ഞു, സാർ കാണിച്ചാൽ സാർ എൻ്റെ സഹോദരൻ്റെ കൂട്ടുകാരനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്, അവരിവിടുന്ന് കുറച്ച് അപ്പുറത്ത് മാറിയിട്ടൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട് സാർ എന്ന്. എവിടെയാണ് കളിച്ചത്? പക്ഷേ എനിക്ക് വീട് അറിയില്ല സാർ, എനിക്കറിയില്ല, എൻ്റെ മകനെ അറിയുള്ളൂ. മകനെ എവിടെ ചോദിച്ചു? മകൻ സ്കൂളിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. നേരെ ആ സ്ത്രീയായിട്ട് നേരെ സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ നിന്ന് മകനെ വിളിച്ചു വരുത്തി. മകനെയായിട്ട് ഞങ്ങൾ നേരെ ഈ കുറച്ച് ദൂരം പോകണം, ഒരു 3-4 കിലോമീറ്റർ പോകണം. അവിടെ കഴിഞ്ഞിട്ട് മകൻ ഈ ഫ്ലാറ്റ് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ വലിയ ഗല്ലിയുടെ ഉള്ളിൽ കൂടെയൊക്കെ കുറേ ഗല്ലികളുടെ ഉള്ളിൽ കൂടെയൊക്കെ പോയിട്ടുള്ള ഒരു ഫ്ലാറ്റാണ്. ഫ്ലാറ്റിൻ്റെ അടിഭാഗത്തെ റൂമാണ്. അപ്പോൾ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ വാതിലടയ്ക്കും, പിന്നെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാക്കും അവൻ, അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യുക, കൊല്ലുക, അല്ലെങ്കിൽ മരിക്കുക, അല്ലെങ്കിൽ കുട്ടീനെ ഇല്ലാതെയൊക്കെ ചെയ്താൽ ബുദ്ധിമുട്ടായി. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡോറ് മുട്ടി വിളിക്കുമ്പോൾ അവൻ അറിയില്ലേ. അപ്പോൾ എല്ലാവരും 4 സൈഡിലേക്ക് മാറി നിന്നതിന് ശേഷം അതിലൊരു ഹിന്ദിക്കാരൻ വന്നിരുന്നു. ഞാൻ പറഞ്ഞു ആ ഹിന്ദിക്കാരുണ്ട്, ആ ഡോറിലൊന്ന് മുട്ടിയൊന്ന് വിളിക്കാൻ പറഞ്ഞു. അയാൾ ഏതിനാന്നൊന്നും ചോദിച്ചില്ല. അപ്പോൾ അയാൾ നേരെ വന്നിട്ട് ആ ഡോറ് മുട്ടി വിളിച്ചു. ഡോറ് മുട്ടി വിളിച്ച ഉടനെ അവൻ ഡോറ് തുറന്നു. ഡോറ് തുറന്നത് ഞാനൊരു ഭയങ്കര സ്പീഡിൽ അവന് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ സ്പീഡിലേക്ക് അകത്തേക്ക് കയറി. അപ്പോൾ അവൻ വെപ്രാളപ്പെട്ടു. നോക്കിയപ്പോൾ അപ്പോൾ ആ കുട്ടി അവിടെ ഇരുന്നിട്ട് കളിക്കുകയാണ്. ആ കുട്ടിക്ക് ഒരുപാട് ടോയ്സൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഇരുന്നിട്ട് കളിക്കുക. ഇവന് ഈ കുട്ടിയോടുള്ള സ്നേഹത്തിൻ്റെ മുകളിൽ അച്ഛനല്ലേ, ഇവർ സെപ്പറേറ്റ് ആണെങ്കിലും ഈ കുട്ടിയുടെ അച്ഛനാണ്. ഇതിനെ കൊല്ലാൻ കൊണ്ടുപോയതോ മറ്റൊന്നിനല്ല, ഈ കുട്ടിയോടുള്ള അമിതമായ സ്നേഹത്തിൻ്റെ മുകളിൽ അതിൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട് ഇവന് ഈ കുട്ടീനെ കൊണ്ടുപോയതാ. അങ്ങനെ ഫ്ലാറ്റൊക്കെ എടുത്തിട്ട് അവിടെ താമസിക്കുകയാണ്. ഈ കുട്ടിക്ക് ഒരുപാട് ടോയ്സൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇരുത്തിയിട്ട് അവന് ഇരിക്കുന്നുണ്ട്. സുഖമായിരുന്ന് താമസിച്ച് അവർ ജീവിച്ചു വരിക, ഭക്ഷണമൊക്കെ പാകം ചെയ്ത് അവർ ആ കുട്ടിയുടെ കൂടെ ജീവിച്ചു വരിക. അങ്ങനെ ഇവനെ കണ്ടു. പിന്നെ വാലടയ്ക്കാനോ വേറെ ഒന്നിനും പറ്റിയില്ല. അപ്പോഴേക്കും എൻ്റെ പുറകിലുള്ളവരും വന്നു, അകത്തി കടന്നു. സാർ ഒന്നും ചെയ്യേണ്ട സാർ, ഞാൻ ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ, ഞാൻ ഈ പറഞ്ഞ പോലെ കുട്ടിയായിട്ട് വന്നതാണ് സാർ. അപ്പോഴാണ് അമ്മാവനെ അവൻ കണ്ടത്, ഈ ഭാര്യയുടെ ആങ്ങളെ കണ്ടത്, കുട്ടിയുടെ അമ്മാവനെ. ഞങ്ങളൊക്കെ എപ്പോഴും വിശന്നിട്ട് ഊപ്പടളകി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. യാത്ര 10 ദിവസത്തോളത്തെ ഈ പറഞ്ഞ മാതിരിക്കാണ്. അപ്പോഴേക്കും അത്രയും യാത്രാക്ഷീണം. ഒപ്പം വന്ന ഈ വണ്ടി ഓടിക്കുന്ന ടവേര വണ്ടിയായിരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഡ്രൈവർ പനി പിടിച്ച് ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡ്രൈവർ അങ്ങനെ. പിന്നെ ഷെയ്ഖ് തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, ഇടയ്ക്ക് ഹബീബ് ഓടിക്കും. അങ്ങനെ മാറി ഓരോരുത്തരങ്ങനെ ഓടിച്ചിട്ടിരിക്കുന്നു. അത്രയും ടയർഡാണ്. കാരണം ഒരു റൂം എടുത്തിട്ട് നമ്മളൊന്നും ഉറങ്ങിയിട്ടില്ല, ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടില്ല. വരുന്ന പുഴകളിൽ പിന്നീട് അത് രസകരമായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊങ്കൺ വഴിക്കാണല്ലേ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ പുഴയിലൊക്കെ ഇറങ്ങി കുളിച്ച് പിന്നെ അവിടുന്ന് പുറത്ത് അതിൻ്റെ കരയിൽ തന്നെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്ന. പിന്നീട് ഒരു യാത്രയിൽ ഞങ്ങൾ ഈ ട്രെയിനിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ കുളിച്ച ആ പുഴയിൽ പാലത്തിൻ്റെ തറയുണ്ടല്ലോ, ഇങ്ങനെ ഈ ബേസ്മെൻറ്റ് കാണില്ലേ പാലത്തിൻ്റെ പില്ലറിൻ്റെ, അതിൽ മുതലേ കിടക്കുന്ന കണ്ടിട്ടുണ്ട് ഞങ്ങൾ. നമുക്കറിയണില്ലല്ലോ. അപ്പോൾ അതിൽ കയറി ഹബീബ് പിന്നീട് ഒരിക്കൽ ട്രെയിനിൽ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അത് സാറേ അന്ന് നമ്മൾ കുളിച്ച പുഴയാണ് ഇതാ കിടക്കുന്നുണ്ടല്ലേ സാധനം എന്നുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള യാത്രകളായിരുന്നു അത്. എന്തായാലും തിരിച്ച് ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത്, ഇവൻ്റെ ബെഡും സാധനങ്ങളും ഇവൻ്റെ എല്ലാ റൂമിലും എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത്, കുട്ടിയുടെ ടോയ്സൊക്കെ പാക്ക് ചെയ്ത് എല്ലാം വണ്ടിയിൽ കയറ്റി ഇവനെയും വണ്ടി കുട്ടീനെ കൂടി തിരിച്ച് ഞങ്ങൾ 11-ാം ദിവസമോ 12-ാം ദിവസമായിട്ടേ തോന്നുന്നുണ്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തുമ്പോൾ. അത്ര ദുർഘടമായ യാത്രകളും കാര്യങ്ങളും ചെയ്തിട്ടാണ്. അത് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു യാത്രയാണ്. കാരണം യാത്ര മീൻസ് ഈ കുട്ടിയെ കണ്ടെത്തിയ സമയം, യാത്രയല്ല കുട്ടിയെ കണ്ടെത്തുന്നത്. കാരണം ഒന്നുമില്ലാത്തതിന് സീറോയിൽ നിന്ന് ഒരു മിസ് കോൾ മെസ്സേജിൻ്റെ അഡ്രസ്സിൽ മാത്രം, അത് 100 കണക്കിന് നമ്പറുകളുള്ളതിൽ നിന്ന് ഒരു മിസ് കോൾ മെസ്സേജ് നമ്പർ, അതിൻ്റെ അഡ്രസ്സ് എടുക്കുക, അത് ബോംബെയിലാവുക, അതിനെ പിടിക്കപ്പെടുക, അങ്ങനെ നേരെ കൊടുന്ന് കോടതിയിൽ ഹാജരാക്കി. അന്ന് ഭയങ്കര നാട്ടുകാരുടെയും അതേമാതിരിക്ക് ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ ഭയങ്കര അപ്രിസിയേഷനൊക്കെ കഴിച്ചാൽ നാട്ടുകാരുടെയൊക്കെ. കാരണം അത് അങ്ങനെ പോയി കുട്ടി നഷ്ടപ്പെട്ടു എന്നൊക്കെ കരുതിയിട്ടിരുന്നിരുന്നൊരു കേസായിരുന്നു. കൊല്ലപ്പെട്ട സ്ത്രീയുടെ മൈമൂനാൻ്റെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ ഉമ്മയെയും പ്രതി ചേർത്തു. അപ്പോൾ മൈമൂനാക്കൊരു കുട്ടിയുണ്ട്. ഭർത്താവിനെയും ഭർത്താവിൻ്റെ ഉമ്മയെയും പ്രതി ചേർത്ത് കേസ് കുറ്റപത്രം സമർപ്പിച്ചു. ആ പ്രതി ചേർക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഈ ഭർത്താവിൻ്റെ ഉമ്മയും ഈ കുട്ടിയായിട്ട് നാട്ടിൽ നിന്ന് എസ്കേപ്പാണ്, രക്ഷപ്പെടുകയാണ്. പിന്നെ അവരെവിടേക്ക് പോയി എന്നറിയില്ല. പിന്നെ അവരങ്ങനെ ഒളിവ് ജീവിതം നയിക്കുകയാണ്.